സോ ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ എന്തായാലും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതും പി സിയിൽ VR-ന്റെ വീഡിയോ ആണ്. ഓക്കെ, സോ പി സിയിൽ സ്റ്റോറേജ് ഇഷ്യൂ ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി മൊബൈലിൽ ലോൺ വുൾഫ് അപ്ലോഡ് ചെയ്യില്ല. ഓക്കെ, സ്റ്റോറേജിന്റെ പ്രശ്നമാണ് ഗൈസ്. റീസൈക്കിൾ ബിന്നിൽ എത്ര GB കടന്നിരുന്നതെന്നറിയോ? അതൊക്കെ ക്ലിയർ ചെയ്ത് കളഞ്ഞപ്പോൾ സംഭവം എല്ലാം ഓൾ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു VR മാച്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് 3 ദിവസം മുന്നേ കളിച്ചതാ. പി സിയുടെ കേട് കാരണം ഇപ്പോഴാണ് റെക്കോർഡാക്കുന്നത് ഗൈസ്. ഓക്കെ, സോ നമ്മുടെ ടീംമേറ്റ് ആയിട്ടാണെങ്കിൽ ATK അനന്തു ഉണ്ട്, അനന്തുവിന്റെ ചേട്ടൻ ATK അശു ഉണ്ട്, പിന്നെ മലയാളി ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒബ്സർവേറ്ററിയിൽ വന്ന് ഇറങ്ങിയേക്കുവാണ്. മലയാളി വന്ന ഉടനെ എനിക്ക് ഒരു 500 ടോക്കൺ തന്നിട്ട് ഇടിച്ചിടിച്ച് കാണിച്ചു ഗൈസ്. ഞാനും തിരിച്ചിടിച്ച് ഇങ്ങനെ ഇടിച്ചിടിച്ച് കാണിക്കുന്നു, പക്ഷെ അവൻ മൈൻഡ് ആക്കുന്നില്ല. പോട്ടെ. പിന്നെ നമ്മളിവിടെ ലൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് ഇങ്ങനെ. പിന്നെ ഈ വീഡിയോയിൽ ഒരു യൂട്യൂബർ വന്നായിരുന്നു, ടാർഗൻ ഗെയിമിംഗ് എന്നാണ് അവൻ്റെ പേര്. എൻ്റെ വേറെ ഞാൻ പണ്ട് കളിച്ചിട്ടുള്ളപ്പോൾ വന്നിട്ടുണ്ട് PR-ല്. അപ്പം എനിക്ക് മനസ്സിലായി ഗൈസ് യൂട്യൂബർ ആണെന്ന്. അവനെ സ്പെക്കൊക്കെ ചെയ്ത് നോക്കി. 7th Elite പ്ലെയർ ആണ് ഗൈസ്. ഓക്കെ, 7th Elite ബണ്ടിലൊക്കെ ഉണ്ട് BTKയുടെ. അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ടാർഗൻ ഗെയിമിംഗ് എന്നാണ് പേര്. പക്ഷെ നമ്മളെന്തായാലും ഈ മാച്ച് പോയി അടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. യെല്ലോ ക്രിമിനൽ വരെ വരുന്നുണ്ട് ഗൈസ്, പക്ഷെ മൊത്തം ന്യൂബന്മാരാണ്. എന്തോ പറയാനാ. ഓക്കെ, ഇത്തിരി സ്കിപ്പ് ചെയ്ത് വിടാം ഗൈസ്. ഭയങ്കര സ്ലോ ആയിട്ടാണ് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഗൈസ്. സോ സോണൊക്കെ വരാറായി. നമ്മൾ ഇവിടുന്ന് പയ്യെ വിടാനുള്ള പ്ലാനാണ്. അതിന് മുന്നേ ഇവിടുന്ന് ഒരു ബാഗ് ലെവൽ 3 ഞാൻ വാങ്ങാനായിട്ട് പോയി. പക്ഷെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഓട്ടോ ബാക്കായി പോയി. പിന്നെ മലയാളി എൻ്റെ തലേ ചവിട്ടി വെൻഡിങ് മെഷീൻ്റെ മുകളിൽ കയറി ചുമ്മാ ഇമോട്ടിട്ട് ഷോ കാണിക്കുന്ന ഗൈസ്. അതൊന്നും ഞാൻ മൈൻഡ് ആക്കില്ല. ഞാൻ ഇവിടെ ഇപ്പം എത്തി ഗൈസ്. ഞാൻ മലയാളിയോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ അനന്തു അശു ഒക്കെ ഗ്രേവ് യാർഡിലോട്ട് പോയായിരുന്നു. അപ്പം നമ്മളവിടെ പോവാന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ആയിരുന്നു അവസാനം ലാസ്റ്റ് സോൺ ഗൈസ്. അത് നമ്മുടെ ലക്ക്. ഇനി അവിടെ വരെ പോണ്ടി വന്നില്ലല്ലോ വെറുതെ. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഏത് സൈക്കോയാ ഈ ബൈക്ക് വീട്ടിൻ്റെ മേളെ കയറ്റിയെന്ന് ഗൈസ്. ഭ്രാന്തന്മാർ തന്നെ കേട്ടോ, പറയാൻ വയ്യ. ആരെങ്കിലും ആവട്ടെ. നമ്മളിവിടെ ലൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അനന്തുവാണെങ്കിൽ ലോഞ്ച് പാഡ് പിടിച്ച് അവിടെയൊക്കെ പോയി. മറ്റേ വെൻഡിങ് മെഷീൻ ഉള്ള സ്ഥലത്തോട്ട് പോയി. മലയാളി ഞാൻ ഇവിടെയാണ്, അനന്തു അശു അവിടെയാണ് ഗൈസ്. ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ആക്കുവാണ്. എനിമീസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ 11 അലൈവാണ് കറന്റ്ലി. ആരെയും കണ്ടിട്ടില്ല ഗൈസ് ഇതുവരെ. ആരും വന്നിട്ടുമില്ല ഗൈസ്. ഈ മാച്ചിൽ കില്ലൊക്കെ കുറവാണ്, പക്ഷെ നന്നായി ഫൈറ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ ഞാനിവിടെ വെറുതെ ഓടി ഓടി കളിച്ചോണ്ടിരിക്കുകയാണ്, ചുമ്മാ ഒരു രസം. എന്നിട്ടാണെങ്കിൽ കുറച്ച് മുന്നിലോട്ടാണ് ലാസ്റ്റ് സോൺ. അപ്പൊ കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ എനിമീസ് കില്ലൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം. നമ്മുടെ അനന്തുവാണെങ്കിൽ പോർട്ടൽ ഇവിടെ വെച്ചു. ഇവിടെ പോർട്ടൽ വെച്ചാൽ നല്ല പൊസിഷനാണ് അടിക്കാൻ. ഞാൻ അടിച്ചൊരു നോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊക്കി. അത് പൊക്കാതിരിക്കാൻ ഞാൻ മറ്റേ വണ്ടി കത്തിച്ച് നോക്കി, പക്ഷെ അത് വർക്കായില്ല ഗൈസ്. അവന്മാര് കണ്ടില്ല നമ്മൾ ഈ പോർട്ടൽ വഴി വന്നാൽ. അവിടെ ഒരുത്തിന് ബോഡി ചെറുതായിട്ട് എനിക്ക് കാണാം. അപ്പൊ ഞാൻ അങ്ങനെ അടിച്ചു നോക്കി ഗൈസ്, പക്ഷെ അത്ര കൊള്ളുന്നില്ല. എന്നാലും നമ്മള് വിടുന്നില്ല ഗൈസ്, വിട്ട് അടിച്ചു പിടിക്കുവാണ്. ഇതങ്ങോട്ട് അവന്മാർ റഷ് ചെയ്യുന്നുണ്ട്. മലയാളി സീനായിട്ട് WM2 ഒക്കെ വെച്ച് നോക്കൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ കയറി ചെല്ലുവാണ്. എൻ്റെ അടുത്തോട്ട് എത്താൻ വന്നായിരുന്നു, അവനെ അനന്ത് തീർത്തായിരുന്നു. പിന്നെ കുറച്ച് മുന്നിലോട്ട് പോവുകയാണ്. ആരെങ്കിലും പൊക്കി വിട്ടോ നോക്കുവാണ്. ആരും പൊക്കി വിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പൊക്കി വിട്ടേ. ഓക്കെ, മേളിലൊരുത്തം വന്ന് ഞാൻ ഒറ്റ ബുള്ളറ്റ് ഫയർ ചെയ്തോളൂ. അത് ഹെഡ് എൻ്റെ ബാക്കിൽ നിന്ന് അടിക്കുന്നത്. ഞാൻ പിന്നെ വന്ന് പൊക്കടാന്ന് പറഞ്ഞു, കാരണം ഫുൾ ഇവിടെ ഫൈറ്റുമാണ്.
എന്താണ് എന്നാൽ പ്ലെയേഴ്സ് എല്ലാം കവറിലുണ്ട്. അങ്ങനത്തെ അവസ്ഥയായി. ഇവിടെ മഞ്ഞ ക്രിമിനലിനെ സ്പോട്ട് ചെയ്തു. ഞാൻ അനന്ത് എന്തായാലും അവരെ നോക്കിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുത്തു. ന്യൂമാർ 2 നോക്കായി ഗൈസ്. ഞാനാണ് 2 പേരെ റിവൈവ് ചെയ്തത്. ഇതിന്റെ ഈ കൊച്ചു സോണിന്റെ ഇടയിൽ കൂടെ ഏതോ ഒരുത്തൻ വണ്ടി എടുത്ത് കളിക്കുന്നുണ്ട്. അതാണ് ഇതിലെ ട്വിസ്റ്റ് ഗൈസ്. ഇനി അലവി നോക്കി അറിയാം നമ്മളെ കൂടാണ്ട് ഒരു സ്ക്വാഡും കൂടിയുണ്ട്. ഓക്കെ, 2 പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഞാനും ഒരുത്തനെ എന്തായാലും നോക്കണ്ടോ. ഇനി അടുത്തവൻ അവിടെയാണ്. ഓക്കെ, ലാസ്റ്റ് എനിമി ആയിരുന്നു. അവനെ കൂടി തീർത്ത് നമ്മൾ ഈ കളി കൂടിയാണ്